നമുക്ക് ജമ്മു കാശ്മീരിലെ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ACC ആസ്ഥാനത്താണ് ബാലഗോപാൽ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാലു, കാശ്മീരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഒരു തൂക്കുസഭ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ജമ്മുവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ജമ്മുവിലെ 43 സീറ്റുകളിൽ കോൺഗ്രസ് ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് അധികാരത്തിലേറാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? ഒപ്പം 5 നോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസികൾ എന്ന സാഹചര്യം കൂടി കശ്മീരിലുള്ളപ്പോൾ ഈ ജമ്മുവിൽ നേടുന്ന മേൽക്കൈ കൊണ്ട് മാത്രം BJPക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞേക്കുമോ? എന്താണ് അവസാനവട്ട കണക്കുകൂട്ടലുകൾ? അഭിലാഷ്, തീർച്ചയായും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് പോൾ സർവേയിലൊക്കെ ഈ തൂക്ക് സഭയാണ് ജമ്മു കാശ്മീരിൽ പ്രവചിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുമായും BJP നേതാക്കളുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷകളൊക്കെ വച്ചു പുലർത്തുന്നത്, പ്രത്യേകിച്ച് ഈ BJPയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ BJP നേതാക്കളൊക്കെ പറയുന്നത് ജമ്മുവിലൊരു ക്ലീൻ സ്വീപ്പ് തങ്ങൾക്കുണ്ടാകും. അതിനോടൊപ്പം തന്നെ കശ്മീർ താഴ്വരയിലും അവർ ഇത്തവണ BJPയെ സംബന്ധിച്ച് ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതിന് പ്രധാനമായും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കാവുന്ന കുറച്ച് വോട്ടുകൾ, അതായത് BJP വിരുദ്ധ വോട്ടുകൾ PDPയും അതുപോലെ തന്നെ അവിടുത്തെ പല പ്രാദേശിക പാർട്ടികളുമൊക്കെ, നേരത്തെ എഞ്ചിനീയറുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടാകുമെന്നും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തങ്ങൾക്ക് ഉണ്ടാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് BJP ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വച്ചു പുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറിച്ച് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ കശ്മീരിൽ പരമ്പരാഗതമായി, അതായത് നാഷണൽ കോൺഫറൻസിന് ഒരു വലിയ മേൽക്കൈ ലഭിക്കും. ജമ്മുവിൽ ഇത്തവണ ഒരു അട്ടിമറി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ഏറ്റവും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും അവര് 45 കടക്കുമെന്ന് അവർക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം PDPയുടെ കൂടി പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഒമർ അബ്ദുള്ളയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തന്നെ ഒരു സംവിധാനം, അതായത് PDP നാഷണൽ കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരും എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്ക് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ ജമ്മു കാശ്മീരിലെ 5 നോമിനേറ്റഡ് MLA-മാരെ സംബന്ധിച്ചാണ്. നേരത്തെ നമുക്ക് പുതുച്ചേരിയിൽ അറിയാം, പുതുച്ചേരിയിൽ BJP അവരുടെ കിരൺ ബേദി BJP-ക്കാരായ 3 പേരെ അവിടെ ഈ MLA-മാരായി നിയമിച്ചു. അത് പിന്നീട് വലിയ നിയമപ്രശ്നമൊക്കെ വന്നു, സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ പറഞ്ഞു നോമിനേറ്റഡ് MLA-മാർക്ക് മറ്റ് MLA-മാർക്ക് ഉള്ളതുപോലെയുള്ള അവകാശം, അതായത് വോട്ടവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ്. ആ സുപ്രീം കോടതി വിധി ആയുധമാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ 5 MLA-മാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിക്കുകയും ആ MLA-മാർക്ക് മറ്റ് MLA-മാരെ പോലെ ഈ വോട്ടവകാശമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടെ ഒരു തൂക്ക് സഭയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നോമിനേറ്റഡ് MLA-മാർ ഉണ്ടെങ്കിൽ പോലും BJPക്ക് അത് എളുപ്പമാണ്. കാരണം BJP ജമ്മുവിലെ 43 മണ്ഡലങ്ങളും സ്വീപ്പ് ചെയ്താൽ പോലും 43 മണ്ഡലങ്ങൾ സ്വീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും നൽകുന്ന സൂചന BJP അവിടെ മേൽക്കൈ നേടും. 32 പരമാവധി 35 എന്നുള്ളതിനപ്പുറത്ത് ആരും ഒരു നമ്പറും പ്രൊജക്ട് ചെയ്തില്ല എന്നോർക്കണം. കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് NC മുന്നണി അവിടെ ഒരു 10 സീറ്റ് ജയിക്കുകയാണെങ്കിൽ പോലും ഈ 43-ൽ നിന്ന് 10 കുറയുകയാണ്. 5 MLA-മാർ ഈ തരത്തിൽ നോമിനേറ്റഡ് ആയാൽ പോലും കശ്മീർ വാലി BJPയെ സംബന്ധിച്ച് തൊടാൻ പോലും കഴിയാത്ത അകലത്തിൽ നിൽക്കുമ്പോൾ ഈ സർക്കാർ രൂപീകരണം എന്ന് പറയുന്നത് സാധ്യമാവുന്ന ഒന്നാണോ? ഈ കശ്മീർ വാലിയിൽ എത്രത്തോളം സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ജമ്മു മേഖലയിൽ BJPയുടെ മാക്സിമം അവർ പ്രതീക്ഷിക്കുന്നത് 38 മുതൽ 40 സീറ്റ് വരെയൊക്കെയാണ് അവരുടെ പോലും പ്രതീക്ഷ. അത് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ കുറവാണ്. പക്ഷേ കശ്മീർ വാലിയിൽ നേരത്തെ ഈ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഭിന്നിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഒരു 4-5 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ഫലമല്ല, മറിച്ച് സുപ്രീം കോടതിയിലേക്ക് ആ വിഷയം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് തന്നെ 90 മണ്ഡലങ്ങൾ 95 മണ്ഡലങ്ങളായി പ്രായോഗികമായി വരികയും അവിടെ നോമിനേറ്റഡ് അംഗങ്ങളെ കൊണ്ട് BJPക്ക് ഭരണം പിടിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വീണ്ടും ഇന്ത്യയിൽ തിരികൊടുത്തും അത് നിയമ പോരാട്ടങ്ങൾക്ക് കൂടി വിദൂരമായ ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം മാധു, കശ്മീർ താഴ്വര എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം
തൊടാൻ കഴിയാത്ത അകലത്തിലാണ്. കശ്മീർ താഴ്വര എത്രമാത്രം ഫ്രാക്ചേർഡായി, എത്രമാത്രം ശിഥിലീകരിക്കപ്പെട്ട ഒരു മാൻഡേറ്റ് നൽകും എന്നതിനെ അടിസ്ഥാനം ആക്കിയിരിക്കും ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും. ഞാൻ അങ്ങനെ പറയാൻ കാരണം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തന്നെ അപ്പൊ 47 സീറ്റുകളുണ്ട് കശ്മീർ താഴ്വരയിൽ. അവർ 40-ലധികം അല്ലെങ്കിൽ 40-നോട് സീറ്റുകൾ അവിടെ നേടിയാൽ പിന്നെ മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ല. പക്ഷെ ഒരിടത്ത് 43 ഒരിടത്ത് 48 വേണം എന്നുള്ളിടത്താണ് ആ പ്രശ്നം. അല്ല, 43 സീറ്റുകൾ കിട്ടിയാലും ബി ജെ പിക്ക് 48ലേക്ക് എത്താം. പക്ഷേ 43 കിട്ടുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ പി ഡി പി എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. പക്ഷേ നാഷണൽ കോൺഫറൻസും പി ഡി പിയും ഒരുമിച്ച് മത്സരിക്കുക എന്ന് പറയുന്നത് രണ്ട് പാർട്ടികളുടെയും അണികളെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേരില്ല. വേണമെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി അത്തരം മാത്രമല്ല പി ഡി പിക്ക് കയ്യിൽ നിന്ന് പോയ ഒരു ഭരണത്തിന്റെ ഒരു കൈപ്പേറിയ അനുഭവത്തിന്റെ ഓർമ്മയുണ്ട്. ഒരു 8-9 സീറ്റുകൾ അവിടെ പി ഡി പിക്ക് കിട്ടാം. ഇൽത്തിജ മുഫ്തി അടക്കം മത്സരിക്കുന്നുണ്ട്. 8-9 സീറ്റുകൾ അവിടെ പി ഡി പിക്ക് കിട്ടാം. അങ്ങനെയാണെങ്കിൽ പി ഡി പി ഒപ്പം എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി എന്ത് നിലപാടെടുക്കും? AIP എന്ന എക്സ് ഫാക്ടർ ഇത്തവണ കശ്മീരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അവാമി ഇത്തിഹാദ് പാർട്ടി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ജമ്മു ആൻഡ് കശ്മീരിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു റിസൾട്ട് ബരാമുള്ളയിൽ നിന്ന് വന്നത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്.